നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നുണ്ടോ, അതോ അവർ നരകത്തിലാണോ? അല്ല, അവർ പിന്നെ എവിടെയാണ്? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു തൻ്റെ ബുസ്താനുൽ ആരിഫിൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഷംസുദ്ദീൻ മുഹമ്മദ് നബവി മരണപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഖത്മുൽ ഖുർആൻ ഓതി പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ ദർശിച്ചു. സ്വാഭാവികമായി എനിക്കുണ്ടായിരുന്ന ചില സംശയങ്ങൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ചോദിക്കുകയുണ്ടായി. ഒന്നാമതായി ഞാൻ ചോദിച്ചത്, നിങ്ങളിപ്പോൾ സ്വർഗത്തിലാണോ എന്നാണ്. അദ്ദേഹം മറുപടി പറഞ്ഞത്, അല്ല, അന്ത്യനാൾ വന്ന് നന്മതിന്മകളുടെ കണക്കുകൾ പൂർത്തിയാക്കപ്പെട്ടതിനു ശേഷം മാത്രമേ അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. അതുവരെ മറ്റ് ഏതോ ഒരു ലോകത്ത് സ്വർഗീയ സുഖങ്ങൾ മുഴുവനായും അനുഭവിച്ചുകൊണ്ട് അള്ളാഹു ഞങ്ങളെ താമസിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. അന്ത്യനാളിന് മുമ്പ് അമ്പിയാക്കന്മാരും ശുഹദാക്കളും മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവരല്ലാത്ത മറ്റ് മുഅ്മിനുകളായ സ്വാലിഹീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടാതെ സ്വർഗീയ സുഖം അനുഭവിക്കുന്നതാണ്. രണ്ടാമതായി അദ്ദേഹം ചോദിച്ചു, മരണപ്പെട്ടതിനു ശേഷം മുൻകർ നക്കീറിൻ്റെ ചോദ്യം ചെയ്യലിന് മുമ്പായി അള്ളാഹു റൂഹിനെ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. അത് മയ്യത്ത് കട്ടിലിൽ ചുമന്ന് ഖബറിലേക്ക് കൊണ്ടുപോകും വഴിയാണോ, അല്ലെങ്കിൽ ഖബറിൽ വെക്കപ്പെട്ടതിനു ശേഷമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഖബറിൽ വെക്കപ്പെട്ടതിനു ശേഷമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നും ഇപ്പോൾ മാറ്റുന്നില്ല. മോശപ്പെട്ട ആളുകൾ അവരൊന്നും നരകത്തിലോ സ്വർഗത്തിലോ പ്രവേശിച്ചിട്ടില്ല. അവർക്കതിൻ്റെ കവാടങ്ങൾ ഖബറിലേക്ക് തുറക്കപ്പെട്ടിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, നരകമാണെങ്കിൽ നരകത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, സ്വർഗമാണെങ്കിൽ സ്വർഗത്തിൻ്റെ ആനുഭൂതികളെല്ലാം ആസ്വദിച്ച് അവർ ഖബറിൽ കിടക്കുകയാണ്. അന്ത്യനാളിന് ശേഷമേ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ മാറ്റുകയുള്ളൂ. അള്ളാഹു നമ്മളെല്ലാം സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.